നീ എവിടെ പോയിരുന്നു? ഞാൻ കാർത്തുമായിട്ടൊന്ന് പുറത്തു വരെ പോയത്. മാമ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. മാമൻ ബാച്ചിലർ അല്ലേ? പിന്നെ ക്രോണിക് ബാച്ചിലർ. മാമൻ ബാച്ചിലർ ആണെങ്കിലും സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തെ കുറിച്ചൊക്കെ അറിയായിരിക്കുമല്ലോ. അത് പിന്നെ ഏത് പുരുഷനും ഉണ്ടായിരിക്കത്തില്ലയോ? ഉണ്ടല്ലേ? ഉണ്ട്. എന്നാ അതിനെ പറ്റി ഒന്ന് പറയോ? സ്ത്രീ സൗന്ദര്യത്തെ കുറിച്ചോ? അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴേ എനിക്കൊരു പാട്ടാ ഓർമ്മ വരുന്നത്. പാട്ടോ? എന്നാ പാടിക്കൂ. സുന്ദരി ആ സുന്ദരി ആ സുന്ദരി നിന്റെ തുമ്പു കെട്ടിയിട്ട തലമുടിയിൽ തുളസി കതിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു നിന്റെ തുമ്പു കെട്ടിയിട്ട തലമുടിയിൽ. ഇങ്ങനുണ്ട്. അതിന് മുടിയുണ്ടോ? പിന്നെ പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പനങ്കൊല പോലത്തെ മുടി വേണം. മാമന് മുടിയുള്ള പെൺപിള്ളേരാണ് ഇഷ്ടമല്ലേ? പിന്നെ അതിഷ്ടം എനിക്കതല്ലേ. നല്ല പനങ്കൊല പോലത്തെ ഇങ്ങനെ കിടക്കുന്ന മുടി. പനങ്കൊലെന്ന് വെച്ചാ? പനങ്കൊല എന്ന് പറഞ്ഞാൽ പനങ്കൊല തന്നെ, പന നിൽക്കുന്ന കൊല കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ ഇടതൂർ നല്ല ചുരുണ്ടി ഉരുണ്ട് കിടക്കും തൽമുടി, അഴിച്ചിട്ട നിലത്ത് കിടക്കണം. പിന്നെ എടി അതേ ചില പെണ്ണുങ്ങളുണ്ടല്ലോ ഈ പനങ്കൊല പോലത്തെ തൽമുടി ഇങ്ങോട്ട് അഴിച്ചിട്ടിട്ട് നല്ല മുല്ലപ്പൂ ഒക്കെ അങ്ങോട്ട് ചൂടി നമ്മുടെ അടുത്തൂടി ഇങ്ങനെ പാസ് ചെയ്തു. അപ്പൊ നമ്മള് എന്നും പറഞ്ഞേ ആ മുല്ലപ്പൂവിന്റെ മണം ആസ്വദിച്ചിങ്ങനെ നിന്ന് പോകും. അതാ പെണ്ണുങ്ങൾ തലമുടിയാ പെണ്ണുങ്ങൾ. മുടി വേണോ അല്ലേ? ഇപ്പൊ മുടി അല്ല, മുടി ഉള്ള പെണ്ണുങ്ങൾക്ക് ഒരു ഭംഗിയുണ്ട്, മുടി ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് വേറൊരു ഭംഗിയുണ്ട്. രണ്ട് പെണ്ണുങ്ങൾക്ക് ഭംഗിയുണ്ട്. മാമ ഒരു വരി അവിടെ ഇവിടെ തൊടാതെ സംസാരിക്കുന്നു മാമ. അതെ, മാമന് കളരിയൊക്കെ അറിയാലോ. അപ്പൊ മാമന് ഈ പെട്ടെന്ന് മുടി വളരാനുള്ള എന്തെങ്കിലും വിദ്യ ഉണ്ടോ? പെട്ടെന്ന് മുടി വളരാനുള്ള വിദ്യ ഉണ്ട്. എന്താ? കരടി നെയ്യ്. കരടി നെയ്യ് വരട്ടണം. എന്റെ മീശ ഇത്രയും കട്ടിക്ക് വന്ന അങ്ങനല്ലേ, കരടി നെയ്യ് വരട്ടി. ഓ, അപ്പൊ എനിക്ക് വരട്ടാവോ? അല്ല, പെണ്ണുങ്ങൾക്ക് പറ്റിയ ശരിയാകത്തില്ല. അത് ശരിയാകത്തില്ല. അത് മാത്രമല്ലടി, ചുമ്മാ അതിങ്ങനെ ഒരുപാട് മുടി വളർന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് സമയം എടുക്കും, കുറച്ചു കാലം എടുക്കും. അതൊന്നും വേണ്ടാടി. സമയമാണ് ഇല്ലാത്തത്. ആർക്ക്? എനിക്കുണ്ടല്ലോ. കണ്ണടച്ച് തുറക്കും മുമ്പേ മുടി പൊടിക്കണം. കണ്ണടച്ച് തുറക്കും മുമ്പേ മുടി വളരണം. മാർഗമുണ്ട്, മാമന്റെ മാർഗമുണ്ട്. എന്താ? തിരുപ്പം വെച്ചാ മതി. തിരുപ്പൻ. അതൊക്കെ മോശമല്ലേ? ഇവിടെ സിനിമാടികൾ വരെ തിരുപ്പനാ വെക്കുന്നത്. പിന്നെ അതിനൊക്കെ മോശം. എന്റെ പൊന്നു മാമ, ഒരു ഐഡിയ ചോദിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നൊരു മാർഗമുണ്ട്. എന്താ? തലയും കുത്തി നിന്നാ മതി. ചുമ്മാ കളിയാക്കല്ലേ മാമ. പോയണഞ്ച്. എനിക്കത് സത്യം പറഞ്ഞേ, തലയും കുത്തി നിന്നാ മതി. ഈ പെണ്ണിന്റെ ഓരോ കാര്യങ്ങൾ ശരിയാണ്. ഈ മുടി എനിക്ക് ഒട്ടും ചേർന്നില്ല. കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും കാവ്യമാവനെ പോലെ തന്നെ ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? മാമൻ പറഞ്ഞ തിരുപ്പം വെച്ച് നോക്കിയാല. പൊന്നോ, ഇത് കൊള്ളാം. ഡാൻസ് ഉണ്ട്, ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. നാളെ ഞാൻ ഇതുകൊണ്ട് പൊളിക്കും. കൊള്ളാലേ?
ഡേയ് ഉം. ഞാൻ പറഞ്ഞ കാര്യം എന്തരായി? ഏത് കാര്യമാ മാമ? നിന്റെ കല്യാണ കാര്യം. എന്റെ കല്യാണക്കാരിയോ? ഓ, ഓ, അതൊക്കെ ഈ പ്രായത്തിൽ ശരിയാകത്തില്ല മാവ. അതൊക്കെ മെനക്കേടാ ആക്ക് അവർക്ക്. എടാ, പ്രായമായി കഴിഞ്ഞോണ്ടല്ലേ പെണ്ണ് കെട്ടാൻ ബുദ്ധിമുട്ടാണ്. നോക്ക്, ഒരു ഗ്ലാസ് വെള്ളം അനക്കി തന്നെ ഒരാള് വേണ്ടാടാ. വെള്ളം അനത്തി തരാൻ അങ്ങനെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. നമ്മളൊരു ഹോം നേഴ്സിനെ വെച്ചാൽ മതി. അവർ കൃത്യസമയത്ത് തന്നെ വെള്ളവും മരുന്നും ആഹാരം എല്ലാം എടുത്തു തരും. പക്ഷെ കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കണം. നിന്റെ അടുത്തൊന്നും പറഞ്ഞ് ജയിക്കാൻ പറ്റൂല. ഉം, ഉം. നോക്ക്, ഞാൻ നിനക്ക് പെണ്ണാലോചിക്കുകയാണ്. നീ അതിന് ഒക്കില്ല എന്ന് പറയരുത്, ചെയ്തിരിക്കണം. എന്റെ മാമ ശ്രീകുട്ടിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ എന്തൊരു കുട്ടി? എന്തൊരു കുട്ടി നീ പറഞ്ഞത്? അല്ല, മാമനെ ആലോചിക്കുകയായിരുന്നെങ്കിലേ ആ. ഒരു സ്ത്രീത്വമുള്ള പെൺകുട്ടി ആയിരിക്കണം എന്ന് പറയായിരുന്നു. പിന്നെ ഞാൻ അതല്ലേ ചെയ്യുള്ളൂ. മാമാ ആ? ഇതായത് തമിഴ് പെൺകുടിയോ? ம் ஐயங்கார பொண்ணு மாதிரி. அப்படியா ரொம்ப அழகா இருக்கு. നன்றി അതെ മുടിയുള്ള എന്നെ കാണാനാണോ മുടിയില്ലാത്ത എന്നെ കാണാനാണോ ഭംഗി? അത് പിന്നെ മുടിയുള്ളതിനെ കാണാനാ ഭംഗി. ആണല്ലേ? എന്നാ പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കും. ഈ തിരുപ്പനും വെച്ചോണ്ടോ? അതെ. നീ എത്ര നാൾ ഇതും വെച്ചോണ്ട് നടക്കും? അത് മുടി വളർന്നു വരെ ഞാൻ ഇത് വെച്ചോണ്ട് നടക്കും. മുടി വളർന്നു കഴിഞ്ഞാൽ എന്റെ ആവശ്യമില്ലല്ലോ. അല്ല, എന്നാലും ഇങ്ങനെ ഒരു ആഗ്രഹം നിനക്ക് പെട്ടെന്നുണ്ടാകാനുള്ള കാര്യം എന്താ? മാമാ, ആ. നീളം മുടിയുള്ള പെമ്പിള്ളേരെ കാണാൻ നല്ല അഴകല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയാണ്. ആണ്. നമ്മുടെ ശ്രീകുട്ടിയുടെ കാര്യം തന്നെ എടുത്താലേ തലമുടി ഇങ്ങനെ. അല്ല മാമ, ഈ സ്ത്രീത്വമുള്ള പെൺകുട്ടികളുടെ അങ്ങനെ അവർക്ക് തലമുടി ഒരു അഴകാ. അതൊക്കെ വിട്, എനിക്ക് മുടി കൊള്ളൂലേ? വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും കൊള്ളാം. കൊള്ളാല്ലേ? കൊള്ളാം. എനിക്ക് രണ്ടുപേർത്തും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. കാശിന്റെ കാര്യമായിരിക്കും. കാശിന്റെ കാര്യമൊന്നുമല്ല. ആ. കാർത്തു ഇപ്പൊ ഇങ്ങോട്ട് വരും. ആ. അവളുടെ മുമ്പിൽ ചെന്ന് ഇത് തിരുപ്പനാണ് വിഗാണെന്നും ചെന്ന് വിളമ്പാൻ നിക്കരുത്. അയ്യടി, അതേ ഈ കള്ളത്തിനൊക്കെ കൂട്ടി നിൽക്കാന്ന് പറഞ്ഞാലേ. എന്താ? ആ, കള്ളത്തിന് ഇങ്ങ്, ഇങ്ങ്, ഇങ്ങ്. ഏ? ഇങ്ങ്. എന്താ? ശ്രീകുട്ടിയുടെ കാര്യം പറഞ്ഞു കൊടുക്കണോ? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. കൊടുക്കുന്നുണ്ടല്ലേ? പിന്നെ അപ്പവും കൂടെ അല്ലേ? എന്തിനു മക്കളെ ആ പാവത്തിനെ പറ്റി കൊച്ചിനെ? എന്റെ മാമ, ഇവള് നമ്മുടെ പങ്കുച്ചല്ലയോ, നമ്മൾ അവിടെ കൂടെ നിൽക്കണം. ഓ, ആ. നിക്കാം. ആ. ഓക്കേ. അയ്യോ, കാർത്തു വന്ന് എന്റെ കൂടെ നിന്നോണം, ചതിക്കല്ലേ? വരുന്നേ. മാമ, മാമ, മാമൻ ഇപ്പുറത്ത് നിൽക്കും. ഇപ്പുറത്ത് നിൽക്കും. ഓ, ഇപ്പുറത്ത് നിൽക്കും മാമ. ആ, മക്കളെ, വാ.